ഇന്ന് എൻ്റെ അമ്മ മരിച്ചിട്ട് 21 ദിവസമായേ. 21ാമത്തെ ദിവസമാണ്. ഞാൻ ഈ 21 ദിവസവും ഞാനുണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ മനസ്സിനകത്ത് ഇങ്ങനെ ഓർമ്മകളാണ്. എൻ്റെ അമ്മയുടെ ഓർമ്മകളിങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ ഞാൻ കൂടുതൽ പുറത്തു പോവുകയും കൂട്ടുകാരുടെ കൂട്ടത്തിൽ കൂടുകയും വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ആ ഓർമ്മകളൊക്കെ അങ്ങ് മാറും. മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ പുറത്തൊക്കെ പോയി പല സ്ഥലങ്ങളിൽ പോകുകയും എടുക്കുകയും ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുമല്ലോ. അന്നേരം എൻ്റെ ഓർമ്മകളൊക്കെ മാറും. പിന്നെ എൻ്റെ ആ വീട്ടിലുള്ള ആൻറ്റിമാരും എൻ്റെ ബന്ധുക്കളും എല്ലാവരും വിളിക്കും. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ. അന്നേരം അവരൊക്കെ വിളിക്കുമ്പം എനിക്ക് ഒരു നല്ലൊരിതുണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ശരിക്കും എനിക്കൊരു ഫാമിലി, കുട്ടികളെ, ഭർത്താവൊക്കെ ഉള്ളവർക്കൊണ്ട് ഇത്രയും ഇതുണ്ടാകത്തില്ല. ഈ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾക്ക് അമ്മയും അപ്പനും പോകുമ്പോൾ അത് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത് അനുഭവം വരുമ്പോൾ എനിക്കറിയാം. അന്നേരം ശരിക്കും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമായിരുന്നേ, ഈ ഞാനിപ്പോൾ ഇത്രയും വയസ്സായിട്ട് എൻ്റെ അമ്മ പോയതിൻ്റെ വേദന ഞാൻ ഓരോ ദിവസവും ഇരുന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമെന്ന് പറഞ്ഞാൽ ഒരുപാട് സങ്കടമാണ് എൻ്റെ അമ്മ പോയത്. സത്യം പറഞ്ഞാൽ എൻ്റെ പപ്പ പോയത് എനിക്ക് അത്രയും ദുഃഖമില്ല. അതിലും ഏറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടായത് എൻ്റെ അമ്മ പോയതാണ്. കാരണം എൻ്റെ അമ്മയാണെങ്കിൽ അപ്പനായിട്ടും അമ്മയായിട്ടും സുഹൃത്തായിട്ടും എല്ലാം നിൽക്കുന്ന എൻ്റെ അമ്മ. മനസ്സിലായി? അമ്മ പോയത് ഭയങ്കര തീരാ വേദനയിലാണേ. അന്നേരം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ കുട്ടികളെ കളഞ്ഞേച്ച് പോകുന്ന അമ്മമാർ പോകുന്നുണ്ടല്ലോ, അമ്മമാരറിയുന്നില്ല ഈ കുട്ടികൾ എന്തുമേണ്ടി വേദനിക്കും അല്ലേ. നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് ഈ അനുഭവം വന്നതുകൊണ്ടാണ് ഞാൻ ഈ അനുഭവത്തിൽ എനിക്ക് ഇത്രയും വയസ്സുണ്ട്. എനിക്കിപ്പം 19 വയസ്സൊക്കെ ഉണ്ട്. ആ വയസ്സിൽ ഞാൻ എൻ്റെ അമ്മയെ ഓർത്ത് പലപ്പോഴും ഇരുന്ന് വേദനിച്ച് കരയാറുമുണ്ട്. എനിക്ക് എൻ്റെ അമ്മയില്ലാതെ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. എൻ്റെ അമ്മയില്ലാതെ എനിക്ക് ഒരു തരത്തിലും പറ്റത്തില്ലാത്ത അവസ്ഥ. എനിക്കറിയത്തില്ല, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അമ്മ നഷ്ടപ്പെട്ട എനിക്ക് അതിവേദനയാണ്. ആ സമയത്ത് ഈ കുഞ്ഞുങ്ങളെ കളഞ്ഞേച്ച് പോകുന്ന അമ്മമാരെ, ആ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ സഹിക്കും? ഞാൻ അതാണ് ചിന്തിക്കുന്നത്. അതൊരു വല്ലാത്ത വേദന തന്നെയായിരിക്കും. അത് ഈ അനുഭവം ഒരാൾക്ക് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അവരെങ്ങനെയാണ് സഹിക്കുന്നത്, എങ്ങനെയാണ്. നമുക്ക് ഇത്രയും പ്രായമായിട്ട് നമുക്കത് താങ്ങാൻ പറ്റുന്നില്ല. ചിലർക്ക് അമ്മമാരൊരു പ്രിയപ്പെട്ട ആളാണ്. അത് ആണുങ്ങൾക്കായിക്കോട്ടെ പെണ്ണുങ്ങൾക്കായിക്കോട്ടെ. എനിക്ക് എൻ്റെ അമ്മയൊരു പ്രിയപ്പെട്ട ആളാണ്. അമ്മ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വേദന എനിക്കറിയാം. അന്നേരം ഞാൻ ചിന്തിച്ചു, പല അമ്മമാർ പിള്ളേരെ ഇട്ടേച്ച് പോകുന്നു, വലിയ പിള്ളേരെ കളഞ്ഞേച്ച് പോകുന്നു, കൊച്ചു പിള്ളേരെ കളഞ്ഞേച്ച് കണ്ടവൻ്റെ കാമുവിൻ്റെ കൂട്ടത്തിലും പിന്നെ അല്ലാതെ വേണ്ടാന്നും പറഞ്ഞ് കളഞ്ഞേച്ച് പോകുന്നു. ഇതൊക്കെ ആ പിള്ളേർ എന്ത് വേദന അനുഭവിക്കുന്നുണ്ടല്ലേ. ഇപ്പം എനിക്ക് മനസ്സിലായി സംഭവം എന്താണെന്നുള്ളത്. അനുഭവം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, കുഞ്ഞുങ്ങളൊക്കെ എന്ത് വേദനയാണ് അനുഭവിക്കുന്നെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ അമ്മമാരൊക്കെ ശരിക്കും അനുഭവിക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഞാൻ ശരിക്കും ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, അമ്മയുടെ അനിയത്തിമാർ, അവരുടെ മക്കളെ, പിന്നെ ആങ്ങളമാർ, അവരുടെ കുട്ടികളെ, അവരുടെയൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു നല്ലൊരു വേറൊരു ഇതിലേക്ക് മാറി ഞാൻ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. കഴിവതും ഞാനുണ്ടല്ലോ അധികം കരയാത്തയാളാണ്. ചില സമയത്തുണ്ടല്ലോ ഈ സങ്കടങ്ങൾ നമ്മളെ അങ്ങ് കരഞ്ഞു കരഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ കഴിവതും സങ്കടങ്ങൾ മനസ്സിൽ ഒതുക്കി ജീവിക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് അത്രയും പിടിച്ച് നിൽക്കാൻ പറ്റും. പക്ഷേ ചില സമയങ്ങളിൽ അമ്മ മരിച്ച സമയത്ത് മാത്രമാണ് ഏറ്റവും കൂടുതൽ കരഞ്ഞത്. കാരണം എനിക്കത് സഹിക്കാൻ പറ്റാതെ വന്നു. അമ്മയെ പിന്നെ ഇനി ഒരിക്കലും കാണാൻ പറ്റത്തില്ലല്ലോ. ഇതോടുകൂടെ തീർന്നില്ലേ. ആദ്യവും അവസാനമായിട്ട് പിന്നെ കാണാൻ പറ്റത്തില്ല. നമ്മളെന്നും കാണുന്നവരെ നമ്മൾ വീട്ടിൽ ചെല്ലാൻ താമസിച്ചിട്ടുണ്ട്. അമ്മ പറയും, പിള്ളേരോട് പറയും, കൊച്ചിനെ ഒന്ന് വിളിച്ചേ ഒന്ന് കാണട്ടെന്ന്. മനസ്സിലായോ? അവളെ ഒന്ന് കൊച്ചിനെ വിളിച്ചേ കാണട്ടെന്ന്. എന്തിനാ വിളിക്കുന്നതെന്നറിയോ? എനിക്ക് പൈസ തരാനാണ്, വേറൊന്നിനുമല്ല. അതാണ് അമ്മയ്ക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്നെ വിളിച്ച് പൈസ തരും. അതാണ് എൻ്റെ അമ്മ. അമ്മയോളം ഈ ലോകത്തിൽ എന്തെങ്കിലും പറ്റുമോ അല്ലേ. അങ്ങനെയാണ് അമ്മ അങ്ങ് പോയി. ദൈവം എന്തെങ്കിലും വഴികൾ കാണിക്കും.
അല്ലേ? അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ ചില എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പങ്കുവയ്ക്കുമല്ലോ, ഞാൻ അന്നേരം ഇത് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും ദുഃഖിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ, ദുഃഖങ്ങളൊക്കെ മറക്കണം അല്ലേ? ദുഃഖങ്ങൾ മറക്കണം. കൂടുതൽ ചില സമയങ്ങളിലൊക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അറിയാതെ അമ്മയുടെ കാര്യം ഓർത്തു പോകും. അയ്യോ അമ്മ എന്ത് ചെയ്യും, അമ്മ എന്ത് ചെയ്യും, ഇപ്പം എന്തായിട്ടുണ്ട്, ഇപ്പം മണ്ണിൻ്റെ അടിയിൽ കല്ലറയിൽ വെച്ചിരിക്കുന്ന ആളല്ലേ, അയ്യോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, എന്തായി 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 ഇങ്ങനെയുള്ളൊരു വിചാരം വരും നമുക്ക്. മനസ്സിലായോ? ഇത്രയും നാൾ നമുക്ക്, എൻ്റെ അമ്മ കിടപ്പോ ഒന്നും അല്ലായിരുന്നു, നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്നൊരു ന്യൂമോണിയ വന്ന് സംഭവിച്ചു പോയതായിരുന്നു. കിടന്നിട്ടുള്ള ആളൊക്കെ ആണെങ്കിൽ പറയാം നമ്മൾ കിടന്നിട്ട് ഇങ്ങനെ പോയതാണ് എന്നല്ലേ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളിന് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഫീലിങ്. ഞാൻ ചെല്ലുമ്പോഴെല്ലാം ഉണ്ടല്ലോ, എൻ്റെ വീട്ടിൽ വേലക്കാരത്തി കൊണ്ട സമയത്തും എൻ്റെ അമ്മയുടെ അമ്മയ്ക്കാണെങ്കിൽ തലമുടി ചന്ദ്രൻ അത്രയും മുടിയുണ്ട്. മുടിയെല്ലാം ഞാൻ ലെവൽ ഒക്കെ ഇവിടുന്ന് കത്രികയും കൊണ്ടൊക്കെ പോയി മുടിയൊക്കെ ലെവൽ ചെയ്ത് കൊടുക്കും, നഖമൊക്കെ വെട്ടി കൊടുക്കും. നഖത്തെയൊക്കെ ഞങ്ങളുടെ അമ്മയ്ക്ക് കാലയിൽ, അവർ ബന്ധിക്കോസുകാരാണല്ലോ, കാലയിലൊക്കെ വൈറ്റ് നെയിൽ പോളിഷൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുമായിരുന്നു. മരിക്കുന്ന സമയത്തും എൻ്റെ അമ്മയുടെ കാലയിൽ ഞാൻ നോക്കിയതാണ്, നെയിൽ പോളിഷ് ഉണ്ടോ, വൈറ്റ് ആകുമ്പോൾ അറിയത്തില്ലല്ലോ. ഈ നെയിൽ പോളിഷ് ഇടുന്ന യന്ത്രം ഭംഗിക്ക് തന്നെയല്ല, കാലയിൽ നമ്മൾ എന്താണെന്നറിയോ, കാലയിൽ നമുക്ക് ചെളിയൊക്കെ പുരണ്ടാലും നമുക്ക് നഖത്തേലൊന്നും അഴുക്കാകത്തില്ല. അതിനാണ് ഏറ്റവും കൂടുതൽ നെയിൽ പോളിഷ് ഇടുന്നത്. അല്ലാതെ കാലിൻ്റെ ഭംഗിക്ക് തന്നെയല്ല. അങ്ങനൊരു സംഭവമുണ്ട്, നമ്മളത് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. കാലയിലുണ്ടല്ലോ നമുക്ക് കാലയിൽ ഇങ്ങനെ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ കാലയിൽ അഴുക്കാകത്തില്ല. അല്ലാത്ത കാലയിലുണ്ടല്ലോ വിരലൊക്കെ പെട്ടെന്ന് അഴുക്കാവും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അതിനെ ഞാൻ ഇട്ട് കൊടുക്കുന്ന അമ്മയ്ക്ക്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഓരോരോ ഓർമ്മകൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മയുടെ ഓർമ്മ വരും. അത് ഈ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ഓർക്കുന്നത്. മനസ്സിലായോ? അത് സമയത്ത് ഒരു ഫാമിലിയും കാര്യങ്ങളും കുട്ടികളും ഭർത്താവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവർക്ക് അവർ വേറെ മൈൻഡിലോട്ടങ്ങ് പോകും. അല്ലാത്തവർക്ക് ഇങ്ങനെ അമ്മയുടെ ഓർമ്മ വരും. അതാണ്. അങ്ങനെ എനിക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട്. ഓക്കെ.